പ്രേക്ഷകർക്ക് രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങമാസം 21-ാം തീയതി. ഈ മൂന്നാം ഓണനാളിൽ തിരുവോണ സദ്യയുടെ മധുരം നാവിലുണർത്തി ബന്ധുക്കളുടെ വീടുകളിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും നമ്മളെല്ലാവരും. അതൊരു ഗൃഹാതുരതയുടെ ഓർമ്മയാണ്. കളിച്ചും ചിരിച്ചും ആർപ്പു വിളിച്ചും ഒത്തൊരുമിച്ചുള്ള ആ ഓണക്കാലം പുതുതലമുറയ്ക്ക് ഒരുപക്ഷെ അന്യമാകുന്ന ആ സന്തോഷം ഈ ഓണക്കാലത്തെങ്കിലും നമുക്ക് തിരികെ പിടിക്കാം. കാരണം ഓണം ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. പതിവ് പോലെ ഈ ദിവസം നിങ്ങളെ ജ്യോതിഷപരമായി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയാൻ ജ്യോതിഷ ദർശനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത ജ്യോതിഷി ഡോക്ടർ അനിത കുമാരി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെ ആലസ്യത്തിലൊക്കെയാണ് എന്നറിയാം. എഴുന്നേറ്റവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇന്നത്തെ ഫലം പറയുകയാണ്. ഇന്ന് 1201 ആണ്ട് ചിങ്ങമാസം 21-ാം തീയതി, ഇംഗ്ലീഷ് മാസം 6/9/2025. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച പൊതുവെ ആലസ്യത്തിൻ്റെ ദിവസമാണ്, അവധി ദിവസമല്ലേ. അതുകൊണ്ട് ശനി തന്നെ ആലസ്യത്തിൻ്റെ സിമ്പലാണ്. ശനി ഔട്ടർ ഓർബിറ്റിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെ സാവകാശത്തിലാണ് കറങ്ങിയെത്തുന്നത്. അതുകൊണ്ടാണ് ശനൈഹി ചരഹ എന്ന് ശനിയെ വിശേഷിപ്പിക്കുന്നത്. ശനി സ്ലോവാക്കർ എന്നാണ് അതിൻ്റെ അർത്ഥം. ശനൈശ്ചര എന്ന് ശനിയെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ വിളിക്കുന്നു. ശനി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളെ ഉണ്ണി എന്ന് വിളിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ശനിയാഴ്ചയാണ് ഇന്ന്. ശനിയാഴ്ച ശനിയുടെ ആദ്യത്തെ ഓരയുടെ അവകാശി ശനിയാണ്. അത് കഴിഞ്ഞ് ഓരോ ഹോര അടുത്തടുത്ത് വരുന്നുണ്ട്. ഹോര എന്ന് പറഞ്ഞാൽ മുഹൂർത്തമാണ്. താൽക്കാലികമായി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ്. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. ആദ്യമായി നമുക്ക് നമ്മുടെ ദിവസഫലം നോക്കാം. മേടക്കൂറുകാർക്ക് ഇന്നത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പ്രതീക്ഷകളുടെ ദിവസമാണ്. ദൂരയാത്രയ്ക്കൊക്കെ പോയിരിക്കുന്നവർക്ക് ചില യാത്രാക്ഷീണങ്ങൾ ഒഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. എന്നാൽ ചില മാനസിക ക്ലേശങ്ങൾ, നമ്മെ ആരോ പറ്റിക്കുന്നു എന്നൊക്കെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സംശയമുണ്ടായിട്ട് നമ്മൾ മാനസികമായി കുറച്ച് വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. കൂടാതെ നമുക്കിന്ന് ആഹാരമൊന്നും ശരിയാകാതെ ആഹാരത്തിൻ്റെ ഇതുകൊണ്ട് കേടുകൊണ്ടോ അല്ലെങ്കിൽ വ്യത്യസ്തമായ ആഹാര രീതി കൊണ്ടോ ഒക്കെ ചില അസുഖങ്ങളൊക്കെ വന്ന് പിടിപെടാനൊക്കെ സാധ്യതയുണ്ട്. അലർജി ഉള്ളവർ വളരെ ശ്രദ്ധിക്കുക. എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമാണ്. ഇന്ന് പ്രവൃത്തിയിലേക്കൊന്നും ആരും ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇത് ഓണത്തിൻ്റെ അവധിക്കാലമാണ്. എല്ലായിടത്തും ഓണാഘോഷങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ്. ഒരു സന്തോഷത്തിൻ്റെ തിരമാല, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഓണത്തിൻ്റെ പോസിറ്റീവ് തരംഗം എല്ലായിടത്തും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലൊരു സന്തോഷമുള്ള ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല. ഇന്ന് കുറച്ച് പുതിയ ആളുകളെ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. അവരുമായിട്ടുള്ള സംഗമം മൂലം അവരിലൂടെ ഒരുപാട് ഐഡിയാസ്, ആശയങ്ങൾ വരാനും ഉയർച്ചയ്ക്കുള്ള സാധ്യത തെളിയാനുമൊക്കെ സാധ്യതയുണ്ട്. എല്ലാ വിധത്തിലുള്ള ചർച്ചകളും ഇന്ന് വിജയിക്കുന്ന ദിവസമാണ്. യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. ജലത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് അത്ര സുഖകരമായൊരു ദിവസമായിരിക്കുകയില്ല എന്ന്. മാനസികമായി വിഷമം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാ വിഭാഗക്കാർക്കും എല്ലാ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് ശാന്തതയുടെ ദിവസമായിരിക്കും. സ്ഥലം മാറുന്നവർക്ക്, ഗ്രഹം മാറുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം സന്തോഷകരമായൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദമുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ ബന്ധുക്കളുടെ ഇടയിലെല്ലാം നല്ല ഇടപഴകി
ഒരുപാട് സന്തോഷമൊക്കെ അനുഭവിച്ചതിന് ശേഷം അവരെയൊക്കെ വിട്ടുപിരിയുന്നതിനുള്ള ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. ചില ബന്ധുക്കളുമായി ചില കലഹത്തിനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് കലഹം വരുന്ന വഴിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. എപ്പോഴും കലഹത്തിൽ നമ്മൾ ഭാഗഭാക്കായാൽ നമ്മൾ തന്നെ മനപ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും. ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ നല്ല രീതിയിൽ പഠിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ക്ഷമ കൈവിടാതെ മുമ്പോട്ട് പോവുക. ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് പോകുന്നവർക്കും ശാരീരിക ക്ലേശങ്ങൾ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായി കാണുന്നില്ല. സന്താനങ്ങളെക്കുറിച്ചും മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സമാധാനമുള്ളൊരു ദിവസമായിരിക്കും. പാഴ്ചെലവുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്താൽ അത് ഒഴിവാക്കാവുന്നതാണ്. അടുത്തതായി കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാരുടെ ഇന്നത്തെ ഫലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് ഈ നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ ആശ്വാസവും സന്തോഷവും അല്ലെങ്കിൽ മുകളിൽ നിന്ന് അംഗീകാരങ്ങളുമൊക്കെ കിട്ടുകയും പുതിയ പുതിയ വലിയ അവസരങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കുറയാനും സഹായഹസ്തങ്ങൾ നിങ്ങളെ തേടി വരുന്നതുമായി കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുള്ള പ്രയാസങ്ങൾക്കൊന്നും ഇട കാണുന്നില്ല. അതേപോലെ ആരോഗ്യകാര്യങ്ങളിലും താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും. ദൂരയാത്രകളെല്ലാം ചെയ്ത് ഒരുപാട് അനുഭവങ്ങൾ പങ്കിട്ട് തിരിച്ചു വരുന്ന ഒരു ദിവസമാണ്. വിദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നാട്ടിൽ വരാനും ബന്ധുമിത്രാദികളെ കാണാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടുമെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് ഉച്ചയ്ക്ക് ശേഷം സാധിക്കുന്നതാണ്. അതേപോലെ സാമ്പത്തികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒരുവിധം പരിഹരിക്കപ്പെടുന്നതാണ്. വരുമാനവും ചിലവും ഒരുപോലെ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക് അല്ലെ ആ തലത്തിലുള്ളവർക്കൊന്നും അത്ര ഗുണകരമായൊരു ദിവസമല്ല ഇന്ന്. ഔദ്യോഗികമായി പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായൊരു ദിവസമായി കാണുന്നു. അടുത്തായി നമുക്ക് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസമെന്ന് പരിശോധിക്കാം. കന്നിക്കൂറുകാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവിനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനങ്ങൾ ഒക്കെ ഒഴിവാക്കുകയും അതേപോലെ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുകയും ചെയ്യുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം. ഈശ്വര പ്രാർത്ഥന യിലൂടെ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതേപോലെ നമുക്ക് എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന ആളുകൾക്കും വളരെ അനുകൂലമായിരിക്കും. എന്നാൽ കായികമായി ജോലി ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ഇന്ന്. സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ചിലർക്ക് ജോലി നഷ്ടപ്പെടാൻ വരെയുള്ള സാധ്യത കാണുന്നു. പ്രതീക്ഷകൾ മങ്ങുന്നതായി കാണാം. എന്നാൽ അത് ഇന്നത്തെ മാത്രം ഫലമാണ്. അടുത്ത ദിവസം അതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറിൻ്റെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ തസ്കര ഭയം ഉണ്ടാകുമെന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ശുഭകരമായ ഒരു ദിവസം കൈവരുന്നതാണ്. അതേപോലെ മടി സ്ഥിരമായുള്ളവർക്ക് മടി മൂലം കുറച്ച് ധനനഷ്ടമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇന്നത്തെ ഫലമനുസരിച്ച്. എന്നാൽ അടുത്ത ദിവസം അത് പരിഹരിക്കപ്പെടുന്നതുമാണ്. സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. സന്താനങ്ങളെ കൊണ്ട് ചില മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വൈകുന്നേരമായി ആകുമ്പോൾ അതെല്ലാം നമുക്ക്
ആശ്വാസകരമായി തീരുന്നു. കുട്ടികളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും മനസ്സിന് സന്തോഷം തരികയും ചെയ്യുന്നു. കുടുംബാംഗങ്ങളുമായി ചില കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് മനസ്സ് അപ്സെറ്റായിരിക്കുന്നതുകൊണ്ട് അല്ലെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. മാനസിക സംയമനം പാലിക്കുക. എവിടെയെങ്കിലും സ്വസ്ഥമായി കുറച്ച് നേരം ഇരുന്ന് മനസ്സിനെ അടക്കുക. എല്ലാം നല്ലതിന് എന്ന് മനസ്സിനെ പഠിപ്പിക്കുക. അടുത്ത നിമിഷം നല്ലത് വരുമെന്ന് സമാശ്വസിക്കുക. അതൊഴികെ വേറെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നതായി കാണുന്നില്ല. അടുത്ത ദിവസം വളരെ നല്ല സന്തോഷമായിട്ട് വരാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം കഴിച്ചുകൂട്ടാം. എന്നാൽ രാത്രികാലങ്ങളിൽ ആശ്വാസകരമായ ഉറക്കവും സമാധാനപരമായ വാക്കുകളും ലഭിക്കുന്നതാണ്. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. വൈകുന്നേരം വരെ ചില മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും അലട്ടിയേക്കാം. തൊഴിലാളികളുമായിട്ട് ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം മനക്ലേശങ്ങളും മോഷണം അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലെല്ലാം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി മോഷണം ചെയ്യപ്പെട്ട് വളരെയധികം മനക്ലേശം അനുഭവിക്കാൻ സാധ്യത കാണുന്നു. അക്കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ചില ഭാഗങ്ങൾ, കെട്ടിടങ്ങളുടെ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാനോ മരം മറിഞ്ഞ് വീണ് ആപത്തുകൾ വരാനോ ഒക്കെ സാധ്യത കാണുന്നു. അത് വളരെയധികം ശ്രദ്ധിക്കുക. അതുകൂടാതെ സന്താനങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ ഒന്ന് മന്ദിക്കുന്നതായി കാണാം. ചില തടസ്സങ്ങൾ നേരിടുന്നതായി കാണാം. സാമ്പത്തികമായി ഒരു വലിയ തുക റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനും തടസ്സമായി കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കുടുംബാന്തരീക്ഷം ശാന്തമായിരിക്കും. കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ താങ്ങ് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സുഹൃത്തുക്കൾ സഹായത്തിനെത്തുന്നതാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ പ്രതീക്ഷകളുമായി കടന്നു പോകുന്നതാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കും. പ്രവർത്തികളിലെല്ലാം ഏർപ്പെടാനായിട്ടുള്ള സാധ്യത കാണുന്നു. വിദേശത്തു നിന്നുള്ള ധനം വരവ് ലഭിക്കുന്നതാണ്. വിദേശത്തിരിക്കുന്നവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അവരുടെ സന്തോഷകരമായ ഇടപെടൽ മൂലം ധനം വന്നു ചേരാനും ഒക്കെ സാധ്യത കാണുന്നു. കുട്ടികൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, കുട്ടികളെ വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ മറുപടി ലഭിക്കാവുന്നതാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നതല്ല, അവിടെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ശാരീരികമായ ചില ക്ലേശങ്ങൾ തീർച്ചയായും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അനിവാര്യമായ ചികിത്സ അതിനുവേണ്ടി ചെയ്യേണ്ടതാണ്. ദൂരയാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് തരക്കേടില്ലാത്തൊരു മറുപടി ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് ശാരീരിക ക്ലേശങ്ങളോ ആലസ്യങ്ങളോ ഒക്കെ ഉണ്ടായി അത് കൊണ്ട് മനസ്സ് മുറിവേൽക്കുന്നതാണ്. അറ്റാച്ച്മെൻറ്റ് കൂടിയ ഒരു രാശിയാണ് ധനുരാശി. എന്നാൽ അവരെപ്പോഴും സംഘർഷത്തിലായിരിക്കും. അവർക്ക് സ്വന്തക്കാരോടും സുഹൃത്തുക്കളോടും അതേപോലെ പരിചയമുള്ള എല്ലാവരോടും പെട്ടെന്ന് അടുക്കുന്ന പ്രകൃതമായിരിക്കും. ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉള്ളവരായിരിക്കും. ആർക്കും ഒരുപാട് അറ്റാച്ച്മെൻറ്റ് പാടില്ല. കാരണം അറ്റാച്ച്മെൻറ്റ് നമ്മളെ മാനസികമായി തളർത്തിക്കളയും. ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ല. അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അടുത്തതായി മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. മകരക്കൂറുകാർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില അനുമോദനങ്ങളോ അവാർഡുകളോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് നാളായി അനുഭവപ്പെട്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇന്നൊരു പരിഹാരം കണ്ടെത്താൻ സാധ്യതയുണ്ട്. അകന്നുപോയ സുഹൃത്തുക്കളുമായിട്ട് വീണ്ടും അടുക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. എങ്കിലും ശ്രദ്ധിക്കുക, അകന്നവൻ അടുക്കുമ്പോഴും അടുക്കുന്നവൻ അകലുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ആശങ്കയോടുകൂടി തന്നെ വേണം കൂടുതൽ അടുക്കാനായിട്ട്. അതുപോലെ ഇന്നത്തെ സാമ്പത്തിക നില തരക്കേടില്ലാത്തതാണ്.
കുറച്ച് ചിലവുകളൊക്കെ ഉണ്ടെങ്കിലും മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുപോലെ ദൂരയാത്രയ്ക്കോ അല്ലെങ്കിൽ വിനോദയാത്രകൾക്കോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് ചില തടസ്സങ്ങൾക്ക് റിപ്പയർ വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ ആഹ്ലാദപ്രദമായൊരു ദിവസമായിരിക്കും. അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. വളരെ അധ്വാനിച്ചതിൻ്റെ പരിണതഫലമായി മേലധികാരികളിൽ നിന്ന് വളരെ പ്രശംസയും മറ്റും ലഭിക്കുന്ന ദിവസമായിരിക്കും. അതേപോലെ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഷെയർ മാർക്കറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്, എണ്ണ, ലിക്വിഡ് ഒക്കെ ആയിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ ജീവിതത്തിൽ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകാനുള്ള ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ തന്നെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കെട്ടിട നിർമ്മാണത്തിനോ അതിൻ്റെ പുനരുദ്ധീകരണത്തിനോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്കും ഈ നക്ഷത്രക്കാർക്കും വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും അനായാസേന നടക്കുന്നതായിട്ട് കാണാം. സഹായഹസ്തങ്ങൾ തേടി വരുന്നതാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ്. എന്നാൽ സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ കാണുന്നു. സന്താനങ്ങൾക്ക് വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടായിട്ട് ആശുപത്രി സന്ദർശനത്തിനുമൊക്കെ സാധ്യതയുണ്ട്. സാരമായ മുറിവുകൾ ഉണ്ടാകുകയില്ലെങ്കിലും മനസ്സൊന്ന് കലങ്ങാൻ സാധ്യതയുണ്ട്. കൂടെ താമസിക്കുന്ന ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പങ്കാളിക്കോ ഒക്കെ ചില ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് കാണുന്നത്. സാമ്പത്തികമായി ഉണ്ടെന്ന ആശങ്ക തീരുന്നത് കൊണ്ട് മനസ്സിനൊരു സമാധാനം ലഭിക്കുന്നതാണ്. ജോലിഭാരം കൂടുതലാണ്. ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ച് എപ്പോഴും ജോലിഭാരം കൂടുതലായിരിക്കും. മാനസിക പിരിമുറുക്കവും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആചാരപൂർവമുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ യോഗയിൽ ഏർപ്പെടുക, മെഡിറ്റേഷനിൽ ഏർപ്പെടുക, ഒറ്റയ്ക്കിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ശാന്തമായ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുക ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാണ്. മനസ്സിനെ ഒന്ന് സാന്ത്വനിപ്പിക്കാനാണ്. മനസ്സ് കൈവിട്ടു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എന്തിനാണ് ഞാൻ ഈ ടെൻഷൻ അടിക്കുന്നത്? എന്തായാലും വരാനുള്ളത് വരും, അവിടെ വെച്ച് കാണാം എന്നും മനസ്സിനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഠിപ്പിച്ചിട്ട് വേണം അന്നത്തെ ദിവസം തുടങ്ങാൻ. ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈശ്വരാധീനം എല്ലാ രാശിക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും മുന്നോട്ട് പോയാൽ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഭക്തിയുടെയും അത്ഭുതങ്ങളുടെയും ഒരു മഹാസാഗരമാണ് കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണി. ജാതി മത ഭേദമന്യേ ലക്ഷക്കണക്കിന് വിശ്വാസികൾ രോഗശാന്തിയും ആശ്വാസവും തേടിയെത്തുന്ന പുണ്യഭൂമി. നൂറ്റാണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട അത്ഭുത കഥകളും ചരിത്രത്തിൻ്റെ ഏടുകളും ചേർന്ന ഈ ദേവാലയം വിശ്വാസത്തിൻ്റെയും ഒരുമയുടെയും പാതയിൽ നമ്മെ നയിക്കുന്നു. മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട വേളാങ്കണ്ണിയിലേക്ക് ഒരു യാത്ര പോകാം നമുക്ക് തീർത്ഥാടനത്തിലൂടെ. തമിഴ്നാടിന്റെ തെക്കുകിഴക്കൻ തീരത്ത് നാഗപട്ടണം ജില്ലയിലെ വേളാങ്കണ്ണി എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന വേളാങ്കണ്ണി മാതാവിന്റെ ദേവാലയം വിശ്വാസികളുടെ മനസ്സിൽ ഒരു വിശുദ്ധ ഭൂമിയാണ്. ക്രിസ്തുമത വിശ്വാസികൾക്ക് മാത്രമല്ല, ഹൈന്ദവരും മുസ്ലിങ്ങളും ഉൾപ്പെടെ നാനാജാതി മതസ്ഥർക്ക് ഒരുപോലെ പ്രിയങ്കരമായ ഈ ദേവാലയം ഭക്തിയുടെയും അത്ഭുതങ്ങളുടെയും ഒരു മഹാസാഗരമായി നിലകൊള്ളുന്നു. നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ ദൈവിക ഇടപെടലുകളുടെയും കോളനിവൽക്കരണത്തിന്റെയും ചരിത്രത്തിന്റെയും സാമൂഹിക സൗഹാർദ്ദത്തിന്റെയും ഒരു സങ്കലനമാണ് ഈ ദേവാലയം.
16ഉം 17ഉം നൂറ്റാണ്ടുകളിൽ നടന്ന ലളിതമായ അത്ഭുത ദർശനങ്ങളിൽ നിന്ന് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഈ ദേവാലയം മാറിയിരിക്കുന്നു. രോഗശാന്തിയും ആശ്വാസവും തേടിയെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാൽ ഇത് കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്നു. വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ട 3 പ്രധാന അത്ഭുത സംഭവങ്ങളാണ് ഈ പുണ്യഭൂമിയുടെ ഐതിഹ്യങ്ങൾക്ക് ആധാരം. ഓരോ സംഭവത്തിലും മാതാവ് സാമൂഹിക അതിരുകൾക്കപ്പുറം മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ച കാണാൻ സാധിക്കും. ഏകദേശം 1570കളിൽ നടന്ന ആദ്യ സംഭവത്തിൽ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് പാൽ കൊണ്ടുപോവുകയായിരുന്ന ഒരു ഹൈന്ദവ ബാലൻ തളർന്ന് ഒരു ആൽമരത്തിന്റെ തണലിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ഉണ്ണിയേശുവിനെ കൈകളിലേന്തി പ്രകാശനമായ ഒരു സ്ത്രീ അവനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ ഉണ്ണിയേശുവിന് കുടിക്കാൻ അല്പം പാല് ചോദിച്ചു. ഭക്തിയോടെ ബാലൻ അത് നൽകിയപ്പോൾ അത്ഭുതമെന്നോണം അവന്റെ പാൽപാത്രം നിറഞ്ഞു കവിഞ്ഞു. ഈ സംഭവം ഈ പുണ്യഭൂമിക്ക് അതിരുകളില്ലാത്ത അനുഗ്രഹമുണ്ടെന്ന് തെളിയിച്ചു. പുരാതന കാലത്തെ നാടോടി കഥകളിലെ ദൈവിക ഇടപെടലുകളെ ഓർമ്മിപ്പിക്കുന്ന ഈ സംഭവം നടന്ന തടാകം പിന്നീട് മാതാകുളം അല്ലെങ്കിൽ മാതാവിന്റെ കുളം എന്നറിയപ്പെട്ടു. ഇന്ന് ലോകമെമ്പാടുമുള്ള വിവിധ ആത്മീയ പാരമ്പര്യങ്ങളിലെ ശുദ്ധീകരണത്തിന്റെ പ്രതീകമായ ഗംഗാനദിയിലെ പുണ്യസ്നാനം പോലെയും യൂറോപ്പിലെ പുണ്യജലങ്ങളുള്ള ദേവാലയങ്ങൾ പോലെയും തീർത്ഥാടകർ ഇവിടെ സ്നാനം ചെയ്യാനെത്തുന്നു. രണ്ടാമത്തെ അത്ഭുത ദർശനം 1597-ലായിരുന്നു. വേളാങ്കണ്ണി ഗ്രാമത്തിന് പുറത്ത് മോര് വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന ഒരു മുടന്തനായ ബാലനാണ് അത്ഭുതകരമായ രോഗശാന്തി ലഭിച്ചത്. അവൻ വിശ്രമിക്കുന്നതിനിടെ അതേ പ്രകാശരൂപം അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ അവനോട് മോര് ആവശ്യപ്പെടുകയും അതിനുശേഷം അവന്റെ കാലിന് പൂർണ്ണമായി സൗഖ്യം ലഭിക്കുകയും ചെയ്തു. മാതാവ് നാഗപട്ടണത്തെ ധനികനായ ഒരു കത്തോലിക്ക വ്യാപാരിയെ കണ്ട് തനിക്കായി ഒരു പള്ളി പണിയാൻ ആവശ്യപ്പെടാൻ അവനോട് നിർദ്ദേശിച്ചു. തികഞ്ഞ സന്തോഷത്തോടെ മുടന്തനായ ബാലൻ ഓടിച്ചെന്ന് ആ വ്യാപാരിയെ വിവരം അറിയിച്ചു. ബൈബിളിലെ രോഗശാന്തി നൽകിയ കഥകളെ ഓർമ്മിപ്പിക്കുന്ന ഈ സംഭവം വ്യക്തിപരമായ ദുരിതങ്ങളെ സമൂഹത്തിന്റെ ഭക്തിയിലേക്കും പ്രതീക്ഷയിലേക്കും ഉയർത്തിക്കൊണ്ടുവന്നു. മാതാവിന്റെ നിർദ്ദേശപ്രകാരം വ്യാപാരി നിർമ്മിച്ച ചെറിയ ഓലമേഞ്ഞ പള്ളിയുടെ പേര് ആരോഗ്യമാത എന്നായിരുന്നു. ഇത് പിന്നീട് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ആരോഗ്യത്തിന്റെ അമ്മ എന്ന പദവിക്ക് കാരണമായി. ഇത് മെഡിറ്ററേനിയൻ സംസ്കാരത്തിൽ ഒരു പ്രത്യേക സമൂഹത്തെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന കാവൽ വിശുദ്ധരെ പോലെയാണ്. മൂന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ അത്ഭുതം 17-ാം നൂറ്റാണ്ടിൽ ബംഗാൾ ഉൾക്കടലിലെ അതിശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ട് പോർച്ചുഗീസ് നാവികരുമായി ബന്ധപ്പെട്ടതാണ്. കടലിന്റെ താരകം എന്നറിയപ്പെടുന്ന മാതാവിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയും രക്ഷപ്പെട്ടാൽ അവർ കരയിലെത്തുന്ന ആദ്യ സ്ഥലത്ത് ഒരു ദേവാലയം പണിയാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. അവരുടെ പ്രാർത്ഥന ഫലിച്ചു. അവർ സുരക്ഷിതമായി വേളാങ്കണ്ണി തീരത്ത് മാതാവിന്റെ ജനന തിരുനാൾ ദിവസമായ സെപ്റ്റംബർ 8-ന് എത്തിച്ചേർന്നു. അവർ തങ്ങളുടെ നേർച്ച നിറവേറ്റുകയും ഓലമേഞ്ഞ പള്ളിക്ക് പകരം കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു വലിയ പള്ളി പണിയുകയും ചെയ്തു. അവരുടെ അടുത്ത യാത്രകളിൽ അവർ പള്ളിയുടെ അൾത്താര ബൈബിൾ രംഗങ്ങൾ ചിത്രീകരിച്ച് ചൈനീസ് പോർസലൈൻ പാത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഈ വസ്തുക്കൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നാടോടി കഥകളിലെ കടൽ യാത്രയും അതിജീവനവും പോലെ ലോകമെമ്പാടുമുള്ള തീരദേശങ്ങളിലെ പുണ്യസ്ഥലങ്ങളുടെ ഉത്ഭവത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ഈ കഥകൾ വേളാങ്കണ്ണിയുടെ ആത്മീയ ആകർഷണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, വിശാലമായ ചരിത്രപരമായ കാര്യങ്ങളുമായി അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്തു. 1498-ൽ വാസ്കോഡഗാമയുടെ വരവോടെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വേരുറപ്പിച്ചു. പാട്രാഡോ എന്ന പേപ്പൽ സമ്പ്രദായത്തിലൂടെ പോർച്ചുഗീസ് രാജാവ് മിഷണറി പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും പുതിയ പ്രദേശങ്ങളിൽ മതം പ്രചരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇത് അമേരിക്കയിലെ സ്പാനിഷ് ആക്രമണങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മഞ്ഞ സാരിയുടുത്ത് ഉണ്ണിയേശുവിനെ കൈയിലേന്തിയുള്ള മാതാവിന്റെ പ്രതിമ ഈ നാവികർ കൊണ്ടുവന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലാറ്റിൻ അമേരിക്കയിലെ മഡോണ പ്രതിമകൾ പ്രാദേശിക രീതികൾ ഉൾക്കൊള്ളുന്നതുപോലെ ഈ പ്രതിമ ക്രൈസ്തവ രൂപങ്ങൾക്ക് പ്രാദേശിക ഭാവം നൽകി. വേളാങ്കണ്ണിയുടെ ഭരണപരമായ വളർച്ച 1771-ൽ സ്വതന്ത്ര ഇടവകയായി മാറിയതോടെ ഒരു നിർണായക വഴിത്തിരിവിലായി. ലൂസോ ഡച്ച് യുദ്ധങ്ങളുടെ കാലത്ത് ഡച്ച് പ്രൊട്ടസ്റ്റന്റ് സൈന്യം പ്രാദേശിക കാത്തോലിക്കരെ പീഡിപ്പിച്ചു. എന്നിട്ടും ദേവാലയം നിലനിന്നു. നാഗപട്ടണം ഇടവകയുടെ അവസാന വികാരിയായിരുന്ന ഫാദർ അന്റോണിയോ ഡി റൊസാരിയോയെ വേളാങ്കണ്ണിയുടെ ആദ്യ വികാരിയായി നിയമിച്ചത് ഈ സ്വയംഭരണത്തിനുള്ള ഒരു ചുവടുവെപ്പായിരുന്നു. അക്കാലത്ത് വേളാങ്കണ്ണിയും നാഗപട്ടണവും പോർച്ചുഗീസ് പട്രാഡോ സമ്പ്രദായത്തിന് കീഴിൽ മൈലാപ്പൂർ രൂപതയുടെ ഭാഗമായിരുന്നു. ഇവിടെ പള്ളിയുടെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ പോർച്ചുഗീസ് രാജാവ് വഹിച്ചു. ഇത് ദേവാലയത്തിന്റെ വികസനത്തിന് വഴിയൊരുക്കി.
കർശനമായ ആത്മീയ നിയമങ്ങൾ പാലിച്ചിരുന്ന ഫ്രാൻസിസ്കൻ മിഷണറിമാർ 1847 വരെ ആത്മീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അവരുടെ സ്വാധീനം വിശുദ്ധ അന്തോണിയുടെയും അസീസിയിലെ വി ഫ്രാൻസിസിന്റെയും പ്രതിമകളിലൂടെ ഇന്നും കാണാം. ഈ പ്രതിമകൾ 1961 വരെ മാതാവിന്റെ പ്രതിമയുടെ ഇരുവശങ്ങളിലും നിലനിന്നു. ഇത് യൂറോപ്യൻ ആത്മീയ പാരമ്പര്യങ്ങളെ ഇന്ത്യൻ ഭക്തിയുമായി ബന്ധിപ്പിക്കുന്നു. 1889 വരെ ഫ്രാൻസിസ്കൻ വികാരിയായിരുന്നു മിഗ്വേൽ ഫ്രാൻസിസ്കോ ഫെർണാണ്ടസ് സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം രൂപതാ വൈദികർ ചുമതലയേറ്റു. ഇത് മിഷണറി ഭരണത്തിൽ നിന്ന് പ്രാദേശിക പുരോഹിതർക്ക് ഭരണ ചുമതല കൈമാറുന്ന ആഗോള പ്രവണതയെ സൂചിപ്പിക്കുന്നു. 1890 ഈ കൈമാറ്റം ഔദ്യോഗികമായി മാറി. 1952 തഞ്ചാവൂർ രൂപതയുടെ രൂപീകരണത്തോടെ വേളാങ്കണ്ണി ഈ പുതിയ ഘടനയിലേക്ക് മാറി. മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പായിരുന്ന റെവറൻ ഡോക്ടർ ലൂയിസ് മത്യാസ് SBBAയുടെ നേതൃത്വത്തിൽ ഈ മാറ്റങ്ങൾ സുഗമമായി നടന്നു. അടുത്ത വർഷം 1953 മാർച്ച് 19 മൈലാപ്പൂർ വൈദികനായിരുന്ന റെവറൻ ഡോക്ടർ ആരോഗ്യസ്വാമി സുന്ദരം തഞ്ചാവൂർ രൂപതയുടെ ആദ്യ മെത്രാനായി നിയമിതനായി. വേളാങ്കണ്ണിയോടുള്ള അദ്ദേഹത്തിന്റെ ആഴമായ സ്നേഹം കാരണം അദ്ദേഹം മാതാവിനെ രൂപതയുടെ രണ്ടാമത്തെ രക്ഷാധികാരിയായി ഉയർത്തി. ഇറ്റാലിയൻ ഉത്സവങ്ങളിൽ ഒരു പ്രത്യേക വിശുദ്ധൻ സമൂഹങ്ങളെ ഒരുമിപ്പിക്കുന്നത് പോലെ മാതാവ് ഈ പ്രദേശത്തെ വിശ്വാസികളെ ഒരുമിപ്പിച്ചു. ഈ ഭരണപരമായ വളർച്ചയുടെ എല്ലാം പരിസമാപ്തി 1962 പോപ്പ് ജോൺ 23 സാലുറ്റം സപ്ലിസിബസ് ഡിലാർജിയൻസ് എന്ന ഉത്തരവിലൂടെ വേളാങ്കണ്ണിയെ മൈനർ ബസിലിക്കയായി ഉയർത്തിയപ്പോഴാണ്. ഇത് അതിന്റെ ആഗോള പ്രാധാന്യത്തിനും വാസ്തുവിദ്യയുടെ മനോഹാരിതയ്ക്കും എണ്ണമറ്റ അത്ഭുതങ്ങൾക്കും ലഭിച്ച അംഗീകാരമായിരുന്നു. ഇത് ഫാത്തിമ അല്ലെങ്കിൽ ഗാഡലൂപ്പെ പോലുള്ള പുണ്യസ്ഥലങ്ങളുടെ നിരയിലേക്ക് വേളാങ്കണ്ണിയെ ഉയർത്തി. ഇന്ന് പ്രതിവർഷം 50 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇവിടെ എത്തുന്നു. ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ ആരാധനകളിൽ പങ്കെടുക്കുന്നു. വാസ്തുവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ ഈ ബസിലിക്ക മണലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2004 സുനാമിയിൽ പോലും ആയിരക്കണക്കിന് ആളുകൾക്ക് അത്ഭുതകരമായ അഭയം നൽകിയ ഈ ദേവാലയം പുരാതന ഈജിപ്ഷ്യൻ പിരമിഡുകളെ പോലെ അതിജീവനത്തിന്റെ പ്രതീകമാണ്. ഗോത്തിക് ശൈലിയിലുള്ള വെളുത്ത കെട്ടിടങ്ങളും ചുവപ്പ് ഓടുമേഞ്ഞ മേൽക്കൂരകളും ഈ ദേവാലയത്തിന് സൗന്ദര്യം നൽകുന്നു. 1928 തെക്കേ ഭാഗവും 1933 വടക്കേ ഭാഗവും കൂട്ടിച്ചേർത്ത് ഇതൊരു ലാറ്റിൻ കുരിശിന്റെ ആകൃതിയിലാക്കി. 1961 ഒരു മാർബിൾ അൽത്താരയും 1974-75 കാലഘട്ടത്തിൽ ഒരു 93 അടി ഉയരമുള്ള താഴികക്കുടവും 82 അടി ഉയരമുള്ള ഗോപുരങ്ങളും കൂട്ടിച്ചേർത്ത് ലൂർദ് ദേവാലയത്തിന്റെ മാതൃകയിലാക്കി. ദേവാലയ സമുച്ചയത്തിൽ ചാപ്പലുകൾ, ഒരു മ്യൂസിയം, പുരോഹിതരുടെ വാസസ്ഥലങ്ങൾ, കാഴ്ചയർപ്പിക്കാനുള്ള കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. രോഗം മാറിയതിന്റെ നന്ദി സൂചകമായി സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ഹൃദയം, വൃക്ക, കൈകാലുകൾ തുടങ്ങിയ അവയവങ്ങളുടെ രൂപങ്ങൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് പ്രധാന തിരുനാൾ. ഈ ദിവസങ്ങളിൽ ഗ്രാമം മുഴുവൻ ഭക്തിയുടെയും ഉത്സവത്തിന്റെയും ആഘോഷങ്ങൾ കൊണ്ട് നിറയും. പതാക ഉയർത്തൽ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലുള്ള ദിവ്യബലികൾ, രഥഘോഷയാത്രകൾ എന്നിവയെല്ലാം ഈ ഉത്സവത്തിന്റെ ഭാഗമാണ്. നേർച്ചയായി മുട്ടിലിഴയുക, തലമുണ്ടനം ചെയ്യുക, കാതുകുത്തുക, കുട്ടികളില്ലാത്തവർ അമ്മത്തൊട്ടിൽ കെട്ടുക തുടങ്ങിയ ഹൈന്ദവ ക്രിസ്ത്യൻ ആചാരങ്ങൾ ഇടകലർന്ന കാഴ്ചകൾ ഇവിടെ കാണാം. രാവിലെ 6:30 മുതൽ രാത്രി 8 വരെ മ്യൂസിയം തുറന്നിരിക്കും. വേളാങ്കണ്ണിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് നാഗൂർ ദർഗ. വിശുദ്ധ ഷാഹുൽ ഹമീദിന്റെ ഈ സൂഫി ഷ്രൈനിൽ എല്ലാ മതവിശ്വാസികളും എത്താറുണ്ട്. ഇത് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെയും മതേതരത്വത്തിന്റെയും ഉദാഹരണമാണ്. നാഗപട്ടണമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളം 155 കിലോമീറ്റർ അകലെയാണ്. വേളാങ്കണ്ണി ആശ്വാസം തേടിയെത്തുന്നവർക്ക് പാഠങ്ങൾ നൽകുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തെ വാർത്തകളിലേക്ക് കടക്കുന്നു. ജ്യോതിഷ തീർത്ഥാടന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും നാളെ കാണാം. നന്ദി. വീണ്ടും നിലപാട് മാറ്റിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. മോദി വലിയ നേതാവും മഹാനായ മനുഷ്യനുമൊക്കെയാണെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. മോദിയുമായി നല്ല ബന്ധം, റഷ്യ എണ്ണ വാങ്ങുന്നതിൽ മാത്രമാണ് ഇന്ത്യയുമായുള്ള എതിർപ്പെന്നും ട്രംപ് പറഞ്ഞു. ഇന്നലെ നടത്തിയ പരിഹാസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ മാറ്റം. I don't think we have. I've been very disappointed that India would be buying so much oil, as you know, from Russia. And I let them know that. We put a very big tariff on India, 50% tariff, very high tariff. I get along very well with Modi, as you know. He's great. He was here a couple of months ago. It should be easy. And we know who it is. We know exactly. I always will. I'll always be friends with
with Modi, he's great. Prime Minister, he's great. I'll always be friends, but I just don't like what he's doing at this particular moment. But India and the United States have a special relationship. There's nothing to worry about. We just have moments on occasion. ഇതിനിടെ ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി US വാണിജ്യ സെക്രട്ടറി രംഗത്ത് വന്നു. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, തുടർച്ചയായുള്ള ട്രംപിന്റെ ഈ നിലപാട് മാറ്റം ത്രികക്ഷി സഖ്യത്തെ ട്രംപ് ഭയക്കുന്നു എന്ന് വേണോ കരുതാൻ? ഇതാദ്യമായല്ല ട്രംപ് ഇത്തരത്തിൽ നിലപാടുകൾ മാറ്റിക്കൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്. ഇന്നലെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പരിഹാസം ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ത്യയും റഷ്യയും കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് പോയി എന്നായിരുന്നു പരിഹാസം. അത് ഒരു തരത്തിലും ഇന്ത്യക്ക് ഗുണകരമാകില്ല എന്ന് പറഞ്ഞ ട്രംപ് വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായതിന്റെ സൂചനയും നൽകിയ പശ്ചാത്തലമൊക്കെ ഇതിലൂടെ ചേർത്ത് വെക്കണം. ഈ മൂന്ന് നേതാക്കൾ, അതായത് ചർച്ച നടത്തിയ മൂന്ന് നേതാക്കൾ, ഷാങ്ഹായ് കോർപ്പറേഷനിൽ ചർച്ച നടത്തിയ മൂന്ന് നേതാക്കളുടെയും ചിത്രം പങ്കുവച്ചായിരുന്നു ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പരിഹാസം എന്നത് ഓർക്കണം. അതിനുശേഷമാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ ട്രംപ് വീണ്ടും നിലപാട് മാറ്റിയത്. മോദി തൻ്റെ അടുത്ത സുഹൃത്താണ് എന്നും മികച്ച ഭരണാധികാരിയും മഹാനായ മനുഷ്യനാണ് എന്നും ട്രംപ് പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ മാത്രമാണ് എതിർപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായി സവിശേഷമായ ഒരു ബന്ധം തങ്ങൾക്കുണ്ട്, അമേരിക്കയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ നിലപാടുകൾ മാറ്റിക്കൊണ്ട് ലോകരാജ്യങ്ങളെയൊക്കെ അമ്പരപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും പിന്തുടരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, മോദിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്ത്യ വാർത്താ സമ്മേളനം നടത്താൻ ഇരുന്നതാണ്. ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രാലയം സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കാൻ ഇരുന്നതാണ്. പക്ഷേ ട്രംപ് വീണ്ടും നിലപാട് മാറ്റിയ പശ്ചാത്തലത്തിൽ ആ വാർത്താ സമ്മേളനം റദ്ദാക്കുകയും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് പറയുകയും മറ്റുമായിരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി US വാണിജ്യ സെക്രട്ടറി രംഗത്ത് വരുന്ന പശ്ചാത്തലം കൂടി ഉയർന്നു വരുന്നത്. 30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ് തങ്ങളുടേത്, തങ്ങളാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, തങ്ങളിലേക്ക് ഇന്ത്യക്ക് എത്തേണ്ടി വരും. അതായത് 2 മാസത്തിനുള്ളിൽ ഇന്ത്യ ക്ഷമാപണം നടത്തി വാണിജ്യ കരാറുമായി സഹകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് അത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഹോവാർഡ് ലുട്നിക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും പ്രധാനമാണ്. അതായത് തൽക്കാലം ഇന്ത്യയുമായി അനുരഞ്ജനത്തിലില്ല. ട്രംപ് ഇത്തരത്തിൽ മയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും തൽക്കാലം ഇന്ത്യയുമായി അനുരഞ്ജനത്തിലില്ല എന്നുള്ള സൂചനകൾ കൂടി ഹോവാർഡ് ലുട്നിക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് മോദിയെ കൂടുതൽ അടുപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു പ്രതികരണമല്ലല്ലോ US വാണിജ്യ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനോടൊക്കെ മോദിയുടെ മറുപടി എന്താണ്? മോദിയുടെ നിലപാട് എന്താണ്? അതിലേക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിലേക്ക് വരേണ്ടി വരും. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധാരണജനകവും വസ്തുതപരമില്ലാത്ത പ്രസ്താവനയാണ് നടത്തുന്നത് ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യക്കെതിരെ, അതായത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പരാമർശം, ട്രംപിന്റെയും മറ്റും പരാമർശം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായത്. ഒരു അമേരിക്കൻ പ്രസിഡന്റും അടുത്ത കാലത്ത് നടത്താത്ത പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും അടക്കം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുള്ള ഈ പരിഹാസത്തെ ആ വിലയ്ക്ക് മാത്രമേ കാണുന്നുള്ളൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയാണ്. അത് ആ തരത്തിൽ അതിനെ നമ്മൾ ഒരു തരത്തിലും, ഇന്നലെ നിർമ്മലാ സീതാരാമൻ നമുക്ക് നൽകിയ ഇന്റർവ്യൂവിലും മറ്റും പറഞ്ഞത്, ഒരു തരത്തിലും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നുള്ളതാണ്. വളരെ കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് വെക്കണം. കാരണം എത്ര ഭീഷണി ഉണ്ടായാലും, അമേരിക്ക ഇത്തരത്തിൽ തീരുവ യുദ്ധവുമായി മുന്നോട്ട് പോയാലും ഒരു തരത്തിലും തങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് വ്യക്തമായി തന്നെ ഇന്ത്യ മനസ്സിലാക്കി കൊടുക്കുകയാണ് ലോകരാജ്യങ്ങളെ, പ്രത്യേകിച്ചും അമേരിക്കയെ. തുടർന്ന് ഇപ്പോൾ ട്രംപ് മയപ്പെടുത്തി പ്രസ്താവന നടത്തുന്നു. അവരുടെ വാണിജ്യ സെക്രട്ടറി മറ്റൊരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നതൊക്കെ അമേരിക്കയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പത്തിന്റെ ഒരു സൂചന കൂടിയാണ്. ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അമേരിക്കയുള്ളിൽ തന്നെ വലിയ എതിർപ്പുകൾ ഉയർന്ന പശ്ചാത്തലം ചേർത്ത് വെക്കണം. ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ പ്രസ്താവനകൾ എന്നുകൂടി ചേർത്ത് വെക്കണം. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, റഷ്യൻ പ്രസിഡന്റ് അടക്കം ഇന്ത്യക്ക് അനുകൂലമായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ഇന്ത്യയും ചൈനയും അത് ശരിയായ ലോകക്രമത്തിന് പറ്റിയതല്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്ന നമ്മൾ കണ്ടതാണ്. ഒപ്പം വ്യക്തിപരമായ ബന്ധം ട്രംപുമായി അവസാനിച്ചു എന്നുള്ള US സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടന്റെ പ്രസ്താവനയും റഷ്യൻ പ്രസിഡന്റ് വിമർശിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. 2 കരുത്തരായ ഏഷ്യൻ ശക്തികളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്നും പുടിൻ കുറ്റപ്പെടുത്തി നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ വളരെ കൃത്യമായി ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വീണ്ടും മയപ്പെടുത്തുന്ന പ്രസ്താവനകളുമായി ട്രംപ് രംഗത്ത് വരുന്നത് ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് കടുത്ത ഇന്ത്യ വിരുദ്ധ
പ്രസ്താവനയുമായി ഓസ്ട്രേലിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഗുന്തർ ഫ്ലെമിംഗർ രംഗത്ത് വന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഇന്ത്യയെ തകർക്കാൻ ആഹ്വാനം ചെയ്താണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏതായാലും ഇത് ഈ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് അടക്കം സോഷ്യൽ മീഡിയ പോസ്റ്റിലടക്കം ഇന്ത്യയിൽ നിരോധിച്ച ഒരു പശ്ചാത്തലം കൂടി നമ്മളിതിനോട് ചേർത്ത് വെക്കണം. ഈ പോസ്റ്റ് പക്ഷേ കേന്ദ്ര സർക്കാർ വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല, അയാളൊരു വിഡ്ഢിയാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ മോദിയുടെ സിംഗപ്പൂർ സന്ദർശനം, അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് സിംഗപ്പൂർ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നതിന് പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് വലിയ നിക്ഷേപമുണ്ടായി. അങ്ങനെ നമ്മൾക്ക് ചില തിരിച്ചടികൾ അമേരിക്ക ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയാണ് എങ്കിൽ പോലും വലിയ തിരിച്ചടികൾ ഈ തീരുവ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ ഇടയുണ്ട് എന്ന സൂചനകൾക്കിടയിൽ പോലും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളിലും സന്ദർശിക്കുന്നുണ്ട്, പല ലോക നേതാക്കളുമായും അദ്ദേഹം സംഭാഷണം നടത്തുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി വ്യാപാര പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെ ചില തിരിച്ചടികൾ ഉണ്ടാകുന്നു എങ്കിൽ പോലും ഇപ്പോഴത്തെ GST പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ നഷ്ടങ്ങൾ കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നഷ്ടം വരുന്ന മേഖലകൾക്കുള്ള പ്രത്യേക പാക്കേജ് അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ അമേരിക്കയുടെ ഓരോ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും വളരെ സമചിത്തതയോടെ ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നും മോദിയും കേന്ദ്രവും വ്യക്തമാക്കിയ സാഹചര്യം ഇതിനോട് ചേർത്ത് വെക്കണം. പക്ഷേ അപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ തുടരും. റഷ്യൻ എണ്ണ അത് $4-5 ഒരുപക്ഷെ കുറച്ചേക്കും വരും ദിവസങ്ങളിൽ സൂചനകൾ പുറത്തുവിടുന്നുണ്ട്. അത് ഇന്ത്യക്ക് വലിയ തോതിൽ സഹായകരമാകുമെന്ന സൂചനകൾ കൂടിയുണ്ട്. നമ്മളിപ്പോൾ 3ാമത്തെ ഇറക്കുമതി രാജ്യമാണ് എണ്ണയുടെ. അപ്പോഴത്തെ അത്തരം രാജ്യത്തെ ഏത് രാജ്യത്തിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണമെന്നുള്ളത് കൽപ്പിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് അസന്നിഗ്ധമായി ഇന്ത്യ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നതിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കരുത്തും ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെ അമേരിക്കയ്ക്ക് ഉള്ളിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ നിലപാടിൽ കൃത്യമായ വ്യക്തതയുണ്ട്. അത് അമേരിക്കയെ തൽക്കാലം ആ തരത്തിൽ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് അനുസരിച്ച്. ശരി, അതുപോലെ തന്നെ രഞ്ജിത്ത്, ഇന്ത്യയെ വിരട്ടാൻ നിൽക്കണ്ട എന്ന തരത്തിലുള്ള പുടിന്റെ പ്രഖ്യാപനം, അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമന്റെ നിലപാട്, ഇതൊക്കെ ആയിരിക്കുമോ ഒരു തരത്തിൽ നിലപാട് മാറ്റാൻ ട്രംപിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? തീർച്ചയായും അമേരിക്ക തീരുവ യുദ്ധത്തിന് ശേഷം പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മളതിനോട് സ്വീകരിച്ച ഒരു നിലപാട് ചേർത്ത് വെക്കണം. കാരണം വളരെ നരേന്ദ്രമോദിയൊക്കെ ആയാലും ഡയറക്റ്റായിട്ട് ട്രംപിനെ അറ്റാക്ക് ചെയ്യാതെ തൻ്റെ ഫ്രണ്ട് നേരത്തെ വിശേഷിപ്പിച്ചിരുന്ന മോദി ഇപ്പോഴും അതേ തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം യൂറോപ്യൻ യൂണിയനിൽ പോകുന്നു, റഷ്യയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു, ചൈനയുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഒപ്പം ജപ്പാനിൽ അദ്ദേഹം ചില നീക്കുപോക്കുകൾ നടത്തുന്നു, യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട ചില ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ തിരിച്ചടികൾക്കിടയിൽ പോലും 40ഓളം പ്രത്യേക കേന്ദ്രങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ വിപണി ആ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ചില മേഖലകൾ, ഇപ്പോൾ ടെക്സ്റ്റൈൽ രംഗമായാലും ചെമ്മീൻ കയറ്റുമതി രംഗമായാലും ഒക്കെ ചില തിരിച്ചടികൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അത് അതിജീവിക്കാൻ ഏതൊക്കെ തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നതിൽ വലിയ കൂടിയാലോചനകളും ശ്രമങ്ങളും ഒക്കെ നടത്തുന്നൊരു പശ്ചാത്തലം കൂടി ഇതിന് ചേർത്ത് വെക്കണം. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ചില മേഖലകളിലെ തിരിച്ചടികൾ മറികടക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും വേണം. ഇത് നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിലെ പല നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. നമുക്കറിയാമത്. അതിനനുസരിച്ചുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ള രീതി കൂടിയുണ്ട്. അത് ഒരു ലോക നേതാവ് നിലയിൽ അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും അംഗീകരിക്കപ്പെടുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ കഠിനമായ ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മോദി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായൊക്കെയാണ് ഇപ്പോൾ സിംഗപ്പൂർ സന്ദർശനവും മറ്റും നടത്തുന്ന പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അശ്രാന്തമായ അത്തരം പരിശ്രമങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ 40% മുകളിൽ വിപണി അമേരിക്കയാണ്. അവിടെ ഒരു വലിയ തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലമുണ്ട്. നമ്മുടെ പല ഉൽപ്പന്നങ്ങളും കെട്ടിക്കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. തിരുപ്പൂർ പോലെയുള്ള വസ്ത്ര ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ വലിയ പ്രതിസന്ധി മറ്റുമുണ്ട് എങ്കിൽ പോലും ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര വിപണി കൂടുതലായി കണ്ടെത്തുക, വിദേശ വിപണി നമ്മളിതുവരെ കടന്നില്ലാത്ത സ്ഥലങ്ങളിലേക്കുള്ള വിദേശ വിപണികൾ കണ്ടെത്തുക എന്നടക്കമുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയവും നമ്മുടെ വാണിജ്യ മന്ത്രാലയവും മറ്റും എന്നുള്ളതാണ്. അത് വിജയം കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഒപ്പം അമേരിക്ക നിലപാട് ഏത് നിമിഷവും മാറ്റും, ട്രംപ് മാറ്റുമെന്നും അധിക തീരുവ പിൻവലിക്കുമെന്നുള്ള പ്രതീക്ഷയിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ശരി, അങ്ങനെ വീണ്ടും നിലപാട് മാറ്റിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. മോദി വലിയ നേതാവും മഹാനായ മനുഷ്യനുമൊക്കെയാണെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ വാദം. വിവരങ്ങൾ നൽകിയത് രഞ്ജിത്ത് രാമചന്ദ്രനാണ്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, പകരച്ചുങ്കത്തിൽ അമേരിക്ക നിലപാട് കർക്കശമാക്കി എത്ര തുടർന്നാലും ഇന്ത്യ വഴങ്ങില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ.
തന്റെ നിലപാട് ന്യൂസ് 18നോടാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത്. കൊളോണിയൽ ഭാഷ ഇന്ത്യയോട് വേണ്ടെന്ന് ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫും മാനേജിംഗ് ഡയറക്ടറുമായ രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിൽ ധനമന്ത്രി പറഞ്ഞു. Now that tariffs with the US are at 50%, what is the likely impact on the GDP going forward? But with the reform like this, many of that should be offset. It's a dynamic situation where you're moving from one to another with newer players coming in, newer factors coming into play. We will come out with something to handhold those who are hit by the 50% tariff from the US. This has been said earlier. I've met up with the delegations when I went to Chennai in recent past few days. Now that അമേരിക്ക ഏറ്റവും വലിയ പ്രശ്നമായി ഉന്നയിക്കുന്ന റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലിലും ഇന്ത്യ ഉറച്ച നിലപാടിലാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. Nirmalaji, will we also continue to buy Russian oil? Yes, that's been made very plain and simple. Whether it is Russian oil or anything else, it's our decision to buy from the place which suits our needs. Where we buy our oil from, especially being a big ticket foreign exchange related item, we will have to take a call which suits us best. അതേസമയം ചൈനയുമായി തുറന്ന ബന്ധത്തിന് ഇന്ത്യ തയ്യാറാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. We need to have trade conversations, market access conversations, non-tariff barrier conversations with the Chinese. Unless we do that and unless there is a true engagement, and to have a conclusion arrived at takes a lot of time. Market access is something which has not been realized despite our almost a decade-long engagement with the Chinese. In between, everything had come to a halt. GSTയിൽ പരിഷ്കരണം നടത്തിയ ശേഷമുള്ള അഭിമുഖത്തിൽ അക്കാര്യങ്ങളും വിശദമായി ധനമന്ത്രി പറഞ്ഞു. പകരച്ചുങ്കം മൂലമുള്ള പ്രതിസന്ധി മറികടക്കാൻ കഴിയുന്നതാണ് GST പരിഷ്കരണം. സാധാരണക്കാരെ മാത്രമല്ല സമ്പന്നർക്കും ഗുണം ചെയ്യുന്നതാണ് പുതിയ GST സ്ലാബുകൾ. Well, the Prime Minister did announce it from the Red Fort on Independence Day. Even about 8 months ago, he called me once and had a long talk about how GST can be revamped, looked at. He said, look, both from the point of view of the process and also for the common man, the tax rates, is there a way in which we can make it simpler? Is that I just want simplistic or simplified, not simplistic, simplified way of doing business. There's more money given already through the income tax cut. The rates are coming down. So the citizen now has a choice to meet his aspirations and his expectations. 99% of all the goods and services which are touched by GST are now either in 0 or in 5 or in 18. That's right. So this will also lead to higher investments. It will fire up investments as well. Obviously, with consumption going up, there's a potential for capacities to grow, investments to grow. ബ്രാഹ്മണർ ഇന്ത്യയുടെ സ്വത്ത് കൊള്ളയടിക്കുന്നുവെന്ന ആരോപണത്തിലും ധനമന്ത്രി മറുപടി നൽകി. രാജ്യത്ത് ഓരോ ഇന്ത്യക്കാരനും സ്വന്തം സ്വത്വത്തിൽ ആത്മാഭിമാനത്തോടെയാണ് നിലനിൽക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. It is one thing for a foreign government head of state or an official or anybody to say all that. And the global diplomatic world is astonished that that kind of an expression is being used against India. What hurts me more is when those very expressions are being justified in India. As much as you want everything produced in India for Atmanirbharta, you should have something of a self-respect. If somebody is saying, all of us in one voice should respond to it, rather than have a few of us justify it by saying, don't you all understand it? Are you a part of the imperialists? Oh, you Indians, you don't understand this Russian oil purchase is to help Brahmins to benefit of it, and you are being fooled. Exactly the same divide and rule principle which the British used here. I want those Indians who are now defending that language to get up and say, we are free from you all. Now for over 75, 80 years, we'll mind our business, we'll take care of ourselves, refrain from using these words. Should have been that voice.
ധർമ്മസ്ഥലയിൽ നിരവധി പേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം കേരളത്തിലേക്കും നീളുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ മനാഫിന് നോട്ടീസ് നൽകി. ധർമ്മസ്ഥല കേസിന്റെ ചീഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ജിതേന്ദ്രകുമാർ ദയാമ IPSന് മുന്നിൽ ഹാജരാവാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം തിങ്കളാഴ്ച ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിലെത്തി തെളിവുകൾ കൈമാറുമെന്ന് മനാഫ് പറഞ്ഞു. തിരുവോണ ദിവസം കാസർഗോഡ് പിതാവിന്റെ ക്രൂരത. മകളെയും ബന്ധുവിന്റെ മകളായ 10 വയസ്സുകാരിയെയും ആസിഡ് ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചു. കർണാടക കരിക്കെ സ്വദേശിയായ 17കാരിയെയും അമ്മാവന്റെ മകളായ 10 വയസ്സുകാരിക്കും നേരെയാണ് മനോജ് ആസിഡ് ആക്രമണം നടത്തിയത്. കൈകാലുകൾക്കും മുഖത്തും ഉൾപ്പെടെ സാരമായി പൊള്ളലേറ്റ് ഇരുവരും ചികിത്സയിലാണ്. മകളും ഭാര്യയും പിണങ്ങി മാറി താമസിക്കുന്നതാണ് പ്രകോപനമെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, തിരുവോണ നാളിൽ തന്നെ അതിദാരുണമായൊരു സംഭവം, പ്രതിയെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ സൂചിപ്പിച്ചതുപോലെ തിരുവോണ നാളിലാണ് പിതാവിന്റെ ഇത്തരത്തിലുള്ള മകൾക്കും അതുപോലെ തന്നെ ബന്ധുവിന് നേരെയുള്ള അതിക്രൂരമായ ആക്രമണം ഉണ്ടായത്. ഇയാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് മലയാളിയാണ് ഇവർ. കേരള കർണാടക അതിർത്തി പ്രദേശമായ പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. KM മനോജ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല എന്നാണ് രാജപുരം പോലീസ് അല്പസമയം മുമ്പ് ബന്ധപ്പെട്ടപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ബന്ധു വീട്ടിലായിരുന്നു ഇയാളുടെ മനോജിന്റെ ഭാര്യയും ഈ മകളും താമസിക്കുന്നുണ്ടായിരുന്നത്. കാരണം ഇയാൾ മദ്യപിച്ച് സ്ഥിരമായി ഇവരെ ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവർ ഇങ്ങനെ മാറി താമസിക്കുകയായിരുന്നു. ഈ ഒരു വിരോധത്തിലാണ് ഇത്തരത്തിൽ റബ്ബർ ഷീറ്റ് മറ്റും ഉപയോഗിക്കുന്ന ഈ ആസിഡ് ഉപയോഗിച്ച് മകൾക്ക് നേരെയും അതുപോലെ തന്നെ ബന്ധുവിന്റെ മകൾ 10 വയസ്സുകാരിക്ക് നേരെയും ഇത്തരത്തിൽ അതിക്രൂരമായ ആക്രമണം നടത്തിയത്. എന്തായാലും ഇയാൾക്കെതിരെ വധശ്രമം, ഒപ്പം ഇത്തരത്തിൽ വീട്ടിൽ അതിക്രമിച്ച് കയറൽ, ആസിഡ് ആക്രമണം തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തി രാജപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താനുള്ള തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാൾ ഈ വീട്ടിലെത്തി. ഇയാളുടെ ഭാര്യ സഹോദരന്റെ വീടാണിത്. അവിടെ എത്തി ഇത്തരത്തിൽ ആസിഡ് ആക്രമണം നടത്തുകയായിരുന്നു. ഇതിൽ നീനുമോൾ എന്ന് പറയുന്ന 17 വയസ്സുകാരിയായ മകൾക്ക് കൈക്കും കാലിനുമാണ് പൊള്ളലേറ്റിട്ടുള്ളത്. അതോടൊപ്പം 10 വയസ്സുകാരിയായ ഈ സഹോദരന്റെ മകളുടെ മുഖത്താണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അനുശ്രീ ബൈജു, അതുപോലെ മകളും അമ്മയും പിണങ്ങി മാറി താമസിക്കുന്നതാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പറയുമ്പോഴും ഈ 2 കുട്ടികൾക്ക് നേരെയുണ്ടായ ആക്രമണം, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടെന്ന രീതിയിലുള്ള സംശയം എന്തെങ്കിലും ഉണ്ടോ? അനുശ്രീ, നമുക്ക് പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ഇയാൾ പതിവായി മദ്യപിച്ച് വീട്ടിലെത്തി ഈ അമ്മയും മകളെയും മർദ്ദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി ഈ സഹോദരന്റെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആ ഒരു വിരോധത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. ഈ ഭാര്യയും കൂടി ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ അവിടെ എത്തിയത്. അതിനിടയിലാണ് ഈ മകൾക്കും അതുപോലെ തന്നെ ബന്ധുവിനും നേരെ ഈ ആസിഡ് ഒഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടില്ല. ഭാര്യ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് മകൾക്കും ഈ ബന്ധുവിന് നേരെയുള്ള ഒരു ആക്രമണം ഉണ്ടായെന്നാണ് പോലീസ് പറയുന്നത്. പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരമാണ്. ഇനി പ്രതിയെ പിടികൂടി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റ് എന്തെങ്കിലും ഈ കാരണം ഇതിലുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഏതായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇത് തന്നെയാണ്. കുടുംബ പ്രശ്നമാണ് ഈ ഒരു ഇത്തരത്തിലുള്ള പ്രവൃത്തി, നീചമായ ഒരു പ്രവൃത്തിക്ക് കാരണമെന്ന് പറയുന്നു. ഏതായാലും സ്വന്തം അച്ഛൻ തന്നെ മകൾക്ക് നേരെ ഇത്തരത്തിലൊരു ആസിഡ് ആക്രമണം നടത്തിയെന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ തിരുവോണ നാളിൽ നടന്ന ഒരു സംഭവം ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അനുശ്രീ, ശരി, കാസർഗോഡാണ് 2 കുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രതിക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. KV ബൈജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വിവാദമായ പാതിവില തട്ടിപ്പ് കേസിൽ ഇരയായവർ പ്രതി അനന്തകൃഷ്ണന്റെ തൊടുപുഴ കോളപ്രയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. വീടിന് മുന്നിൽ പട്ടിണി സമരം ഇരുന്നവരെ അനന്തകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ ചോദ്യം ചെയ്തത് നേരിയ സംഘർഷത്തിനുമിടയാക്കി. നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടും വരെ സമരം തുടരുമെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. വോയിസ് ഓഫ് വിമൻ എന്ന പേരിൽ തട്ടിപ്പിനിരയായ സ്ത്രീകളുടെ നേതൃത്വത്തിലായിരുന്നു അനന്തകൃഷ്ണന്റെ വീടിന് മുന്നിൽ സമരം. ജാഥയായി എത്തിയ പ്രതിഷേധക്കാർ അനന്തകൃഷ്ണന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്നു. ഇലയിൽ കല്ല് വിളമ്പി മുദ്രാവാക്യം വിളിച്ചു. നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കണമെന്നായിരുന്നു സമരക്കാരുടെ ആവശ്യം.
ഒരുപക്ഷെ അന്വേഷണം തുടങ്ങി 6 മാസമായിട്ടും ഈ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലെത്തിയ 1000-ലധികം കോടി രൂപ എങ്ങോട്ട് പോയി എന്നോ ഈ തുക ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് അനധികൃതമായി പോയിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ അനധികൃതമായി വാങ്ങിക്കൂട്ടിയിട്ട സ്വത്തുക്കളെ അന്വേഷിക്കാനോ ഒന്നും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും പോലീസും തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പട്ടിണി സമരവുമായി അനന്തകൃഷ്ണന്റെ വീട്ടിലേക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. സമരത്തെ ചോദ്യം ചെയ്ത് അനന്തകൃഷ്ണന്റെ വീട്ടുകാർ പുറത്തെത്തിയത് സംഘർഷത്തിൽ കലാശിച്ചു. പിന്നീട് പോലീസ് എത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. എന്നാൽ തട്ടിപ്പുമായി ഒരു ബന്ധവുമില്ലെന്നും കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും അനന്തകൃഷ്ണന്റെ സഹോദരി പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ടും തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങുമെത്താത്തത് ദുരൂഹമാണെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായുള്ള ഇടപ്പള്ളി അരൂർ ഉയരപാത സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള എലിവേറ്റഡ് ഹൈവേ എന്ന് ഹൈബി ഈഡൻ MP. 3000 കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവായി പ്രതീക്ഷിക്കുന്നത്. DPRന് അംഗീകാരം നൽകാൻ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. ഇടപ്പള്ളി, പാലാരിവട്ടം, വൈറ്റില, കുണ്ടന്നൂർ എന്നീ പ്രദേശങ്ങളിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായാണ് എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കുന്നത്. ഏകദേശം 3000 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. പല സ്ഥലങ്ങളിലും 45 മീറ്റർ എന്ന നിയമപ്രകാരമുള്ള ക്യാരേജ് വേ ഉണ്ടാക്കാനും ഉചിതം ഉയരപ്പാത തന്നെയാണ്. ഇതിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഹൈബിയുടെ MP പറഞ്ഞു. എത്രയും വേഗത്തിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ DPRന് അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ്. ഏകദേശം 3000 കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്കമാലി കുണ്ടന്നൂർ ദേശീയ പാതയുടെ സമാന്തര പാത പോലെ തന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലേക്ക് പോർട്ട് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നെട്ടൂരിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയ ഹൈവേ പോലെ തന്നെ ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായി നെട്ടൂര് ഇതുമായി ബന്ധപ്പെട്ട് മാറാൻ പോവുകയാണ്. DPRന് സാങ്കേതികമായ കാലതാമസമുണ്ടായി. അതിന് സാങ്കേതിക വശം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് DPR അംഗീകരിക്കാൻ താമസിക്കുന്നതെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. DPRന് അംഗീകാരം നൽകാൻ നിതിൻ ഗഡ്കരിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണിത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ നെട്ടൂർ കേരളത്തിലെ തന്നെ ഒരു വലിയ ജംഗ്ഷനായി മാറും. വളരെ പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച്. അവർ അതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിന് കുറച്ച് സാങ്കേതികമായ കാലതാമസം ഉണ്ടായത് അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി കൂടി. കാരണം ഈ മെട്രോ കടന്നു പോകുന്ന 2 ജംഗ്ഷനുകൾ വൈറ്റില, പാലാരിവട്ടം, അതുപോലെ തന്നെ ഇടപ്പള്ളി 3 ജംഗ്ഷനുകൾ പിന്നിട്ടിട്ടായിരിക്കണം ഈ ഉയരപാത കടന്നു വരേണ്ടത്. അതിൻ്റെ സാങ്കേതികമായ തടസ്സങ്ങളുണ്ട്. പക്ഷേ DPR പൂർത്തിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശീയപാത നിർമ്മാണം മറ്റു സ്ഥലങ്ങളിൽ പൂർത്തിയാകുന്നതോടെ ഇടപ്പള്ളി വരെ 6 വരിപ്പാതയിൽ വാഹനങ്ങൾക്ക് അതിവേഗ യാത്ര സാധ്യമാകും. എന്നാൽ ഇടപ്പള്ളി അരൂർ റീച്ച് 4 വരിപ്പാതയായി തുടരുന്നത് പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് കാരണമാവുകയും ചെയ്യും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഉയരപ്പാത നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് MP ആവശ്യപ്പെട്ടത്. പാലാരിവട്ടം ബൈപ്പാസിൽ നിർദ്ദിഷ്ട മെട്രോയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്ന വിധത്തിലാണ് ആകാശപാത നിർമ്മിക്കുക. ന്യൂസ് 18 കൊച്ചി. കോതമംഗലം കോട്ടപ്പടിയിൽ കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. പ്ലാമുടി, കൂവക്കണ്ടം, ചേനിക്കുഴി, വടക്കുംഭാഗം, വാവേലി പ്രദേശങ്ങളിൽ കാർഷിക വിളകൾക്ക് കനത്ത നാശനഷ്ടമാണ് വരുത്തിയത്. ഏറ്റവും പ്രശ്നക്കാരൻ മുറിവാലൻ കൊമ്പനാണ്. പടക്കം പൊട്ടിച്ചാൽ പോലും ഈ ആന പിന്തിരിയാത്തത് നാട്ടുകാരെയും വനപാലകരെയും കുഴപ്പിക്കുന്നുണ്ട്. 2 ദിവസം മുൻപ് പ്ലാമുടി ഭാഗത്ത് വീടുകൾക്ക് സമീപം വരെ ആനകൾ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ ചേനിക്കുഴി ഭാഗത്ത് മനോജ് എന്ന കർഷകന്റെ റംബൂട്ടാൻ, പൈനാപ്പിൾ, ഫെൻസിംഗ് തുടങ്ങിയവ ആനക്കൂട്ടം നശിപ്പിച്ചു. വൈദ്യുതി കമ്പിയിലേക്ക് കൂറ്റൻ പനമരങ്ങൾ മുറിച്ചിട്ട് ലൈനുകൾ തകർത്തതിനാൽ വൈദ്യുതി തടസ്സവും ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ നേരെ നമ്മൾ ടോർച്ച് അടിച്ച് നമ്മുടെ ജനവാസ മേഖലയിൽ ആന ഇറങ്ങി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് അതിനൊന്ന് ഓടിച്ചു വിടാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ടോർച്ച് വട്ടത്തിന്റെ നേരെ ആന വന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ ഈ ആന കാണിച്ചത്. കാരണം ഫോറസ്റ്റുകാർക്ക് വരെ ഈ ആനനെ പേടിയാണ് ഇപ്പൊ. അപ്പൊ അങ്ങനെ അത്രയ്ക്കും പ്രശ്നക്കാരനായ ആനേനെ ഈ നാട്ടിൽ നിന്ന് ജനങ്ങൾക്ക് ജീവന് ഭീഷണിയാവാ, ആരെങ്കിലും ആന കൊല്ലുന്നതിന് മുമ്പായിട്ട് അധികാരികൾ ഇടപെട്ട് ഈ സാധനത്തിന് ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും
ഈ നാട്ടിലെ എല്ലാവരുടെയും ആഗ്രഹം അതാണ്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തന്നെ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇന്ന് അവിട്ടം. ഓണാഘോഷത്തെ വർണ്ണാഭമാക്കി തലസ്ഥാന നഗരിയിലെ ഡ്രോൺ ഷോ. 1000 ഡ്രോണുകൾ ഉപയോഗിച്ച് കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും തനത് കലാരൂപങ്ങളും ആകാശത്ത് വിരിയിച്ചു. പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായിട്ടാണ് ഡ്രോൺ ഷോ നടന്നത്. ആചാരങ്ങൾ കാത്തും വിധിപ്രകാരവും പതിവ് തെറ്റാതെ ഇത്തവണയും പാലക്കാട് പല്ലശ്ശേനയിൽ ഓണത്തല്ല് നടന്നു. ഒരു കുടി 7 കുടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണ് തല്ലിനിറങ്ങിയത്. ഇന്ന് പല്ലശ്ശേനയിൽ അവിട്ടത്തല്ല് നടക്കും. കൊലച്ചോറുണ്ട് കച്ചകെട്ടി ഒരു കുടി 7 കുടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാർ വീടുകളിൽ നിന്ന് തല്ലുമന്തത്തേക്കും കളരിയിലേക്കും തിരിച്ചതോടെയാണ് ഓണത്തല്ലിന് തുടക്കമായത്. നിലം തൊട്ടുയർന്ന കളം തൊട്ട് വന്ദിച്ച് ഒറ്റക്കുതിപ്പിൽ 2 തല്ലുകാരും മുഖത്തോട് മുഖം നോക്കി കൈകൾ കോർത്തു നിൽക്കും. പിറകിലെയാൾ മുതുകിലേക്ക് ആഞ്ഞടിക്കും. ഇതാണ് നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു വരുന്ന ആചാരത്തിൻ്റെ രീതി. പല്ലശ്ശേന നാട്ടുരാജാവ് കുറൂർ നമ്പിടിയെ അയൽ നാട്ടുരാജാവായിരുന്ന കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ചു കൊന്നു. തുടർന്ന് കുതിരവട്ടത്ത് നായർക്കെതിരെ നാട്ടുകാർ നടത്തിയ പോർവിളിയുടെ സ്മരണ പുതുക്കലാണ് ഓണത്തല്ലും അവിട്ടത്തല്ലും. 2 നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഏറെക്കാലം പകയുണ്ടായിരുന്നതായും സാമൂതിരി ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയതായും രാജാവിനെ നഷ്ടപ്പെട്ട പല്ലശ്ശേനക്കാർക്ക് വേട്ടയ്ക്കൊരു മകന്റെ വിഗ്രഹം നൽകിയതായും കരുതപ്പെടുന്നു. ന്യൂസ് 18 പാലക്കാട്. പട്ടാമ്പിയിലെ രമ്യയ്ക്കും അഭിഷേകിനും ശ്രീനന്ദയ്ക്കുമൊപ്പം മന്ത്രി എം പി രാജേഷിനും ഈ ഓണം സ്പെഷ്യലാണ്. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ സത്യസന്ധതയുടെ മാതൃകയായ കുട്ടികൾക്ക് മന്ത്രിയുടെ ഇടപെടലിൽ സുമനസ്സുകളുടെ കരുതലിൽ വീടൊരുങ്ങി. അങ്ങേയറ്റത്തെ ജീവിത പ്രാരാബ്ധങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും അനുഭവിക്കുന്ന അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബം. രമ്യയും മകളായ ശ്രീനന്ദയും അഭിഷേകും. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ല. കഴിയുന്നത് പണി തീരാത്ത മറ്റൊരു വീട്ടിൽ. ഇതിനിടയിൽ വെള്ളിയാങ്കല്ല് പാർക്കിൽ നിന്ന് കുട്ടികൾക്ക് കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണമാണ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത്. സ്വർണം കൈക്കലാക്കിയെന്ന് വിചാരിച്ചാൽ തെറ്റി.
കളഞ്ഞുകിട്ടിയ സ്വർണം ഇവർ പോലീസിൽ ഏൽപ്പിക്കുകയും തുടർന്ന് ഉടമയ്ക്ക് കൈമാറുകയും ചെയ്തു. സംഭവമറിഞ്ഞ് ഇവരുടെ വീട്ടിലെത്തിയ മന്ത്രി MP രാജേഷ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് കണ്ട 2 സുഹൃത്തുക്കൾ വഴിയാണ് കുട്ടികൾക്ക് സ്ഥലം ലഭ്യമാവുകയും വീട് നിർമ്മിക്കുകയും ചെയ്തത്. ഏറ്റവും സന്തോഷകരമായ ഓണം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി മുതൽ ഇന്നത്തെ ഓണാണ് എന്ന് പറയും. കാരണം ഇവർക്ക് ഒരു വീട് എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണ്. ഈ 2 കുട്ടികളും വളരെ മിടുക്കരും അങ്ങേയറ്റം സത്യസന്ധരുമായിട്ടുള്ള 2 കുട്ടികളാണ്. ഇതൊരു സഹായമോ ഔദാര്യമോ ഒന്നുമല്ല. അവരുടെ സത്യസന്ധതയെ നമ്മൾ അംഗീകരിക്കുകയും അതിന് ആ സന്ദേശം, സത്യസന്ധതയുടെ സന്ദേശം എല്ലായിടത്തും എത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. കുട്ടികളുടെ അച്ഛനെ കോവിഡ് അകാലത്തിൽ കവർന്നെടുത്തു. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത്. നിർമ്മാണം പൂർത്തിയായ വീടിന്റെ താക്കോൽദാനവും പാലുകാച്ചലും നടന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം CPM കുളമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 6 മാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കി. സമൂഹത്തിന് മാതൃകയായ കുടുംബത്തിന് ഇത് ഇരട്ടി മധുരത്തിന്റെ ഓണമാണ്. സ്ഥിതി കുറച്ച് മോശമായിരുന്നു. ഇപ്പൊ ഈ വീട് കയറിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കൊച്ചി വൈപ്പിനിലെ ചെറായിൽ നിർധന കുടുംബങ്ങൾക്ക് പതിവ് തെറ്റിക്കാതെ ഓണക്കോടിയുമായി നോബൽ കുമാർ എത്തി. 5 വർഷമായി തുടരുന്ന പതിവാണത്. വീട്ടുകാർ ഉണരും മുൻപ് തെരഞ്ഞെടുത്ത വീടുകളുടെ വാതിൽക്കൽ ഓണക്കോടി അടങ്ങുന്ന കിറ്റ് വെച്ച് മടങ്ങുന്നതാണ് നോബൽ കുമാറിന്റെ രീതി. പതിവ് തെറ്റിക്കാതെ 5ാം വർഷവും ഓണക്കോടിയുമായി നോബൽ കുമാർ എത്തി. കിടപ്പ് രോഗികളുള്ള വീടുകൾ, മക്കളില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, വികലാംഗരായിട്ടുള്ളവർ എന്നിവർക്കാണ് ഓണക്കോടി എത്തിച്ചു നൽകിയത്. തനിക്ക് നേരിട്ടറിയാവുന്ന 50 കുടുംബങ്ങളിലാണ് തിരുവോണത്തലേന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കൂടിയായ PA നോബൽ കുമാർ ഓണക്കോടി എത്തിച്ചത്. ആളുകൾ എഴുന്നേൽക്കുന്നതിന് മുൻപായി വീടിന് മുൻപിൽ വെച്ചിട്ട് പോവുകയാണ് പതിവ് രീതി. രാഷ്ട്രീയക്കാരനായല്ല, തൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് നോബൽ പറയുന്നു. ഓണം വരുമ്പോൾ ഓണക്കോടിയും, അതുപോലെ തന്നെ വിഷു വരുമ്പോൾ വിഷു കഴിഞ്ഞിട്ടോ, ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസിന് കേക്കും, അതുപോലെ ഈസ്റ്ററും, അതുപോലെ തന്നെ റംസാനായാലും നമ്മളെ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇതൊരു വലിയ കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളാൽ കഴിയുന്നൊരു സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വിഷു, ക്രിസ്തുമസ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും സ്കൂൾ പ്രവേശന സമയത്തുമെല്ലാം സമാന രീതിയിൽ സഹായവുമായി നോബൽ എത്താറുണ്ട്. ന്യൂസ് 18 കൊച്ചി. പട്ടാമ്പിയിലെ പാർക്ക് നിർമ്മാണം കഴിഞ്ഞുള്ള ആദ്യ തിരുവോണത്തിലെത്തിയത് 100 കണക്കിന് ആളുകളാണ്. ഭാരതപ്പുഴയോരത്താണ് EMSന്റെ നാമധേയത്തിൽ പൂർണ്ണമായും MLA ഫണ്ടിൽ പാർക്ക് നിർമ്മിച്ചത്. പട്ടാമ്പിയിൽ ഒഴിവുകൾ ചെലവഴിക്കാൻ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ഈ EMS പാർക്കിൽ തിരുവോണ ദിനത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തിരുവോണ ദിനത്തിലെ സായാഹ്നം ചെലവഴിക്കാൻ പാർക്കിലേക്ക് എത്തി. കുടുംബമായും കൂട്ടുകാരുമായൊക്കെയാണ് ആളുകൾ എത്തിയത്. മുഹമ്മദ് മൊഹസിൻ MLAയുടെ ശ്രമഫലം കൊണ്ടാണ് പട്ടാമ്പിയിൽ ഈ പാർക്ക് ആരംഭിച്ചത്. ആളുകളുടെ സന്തോഷം നേരിട്ട് കാണാൻ MLA എത്തി. കുട്ടികളുമായി സെൽഫി എടുത്തും ആളുകളുമായി വിശേഷം പങ്കുവച്ചും MLAയും ജനപ്രതിനിധികളും തിരുവോണദിന സായാഹ്നം ആഘോഷമാക്കി. ഇത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമുക്കറിയാം MLA ഫണ്ടിൽ നിന്ന് പട്ടാമ്പിയിൽ ഇങ്ങനെ ഒരു പാർക്കിന് വേണ്ടി ഫണ്ട് അനുവദിച്ചത് എന്തായാലും ഉചിതമായി എന്ന് തോന്നുന്നുണ്ട്. മഹാനായ EMSന്റെ പേരിലുള്ള ഈ പാർക്ക് ജനങ്ങളെ ഏറ്റെടുത്തു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതുവരെ ഇത്തരത്തിൽ ആഘോഷവേളകൾ ഉല്ലസിക്കാൻ പട്ടാമ്പിക്കാർ ആശ്രയിച്ചിരുന്നത് തൃത്താല വെള്ളിയാങ്കലിനെയും ഷൊർണൂർ ഭാരതപ്പുഴയും ഒക്കെയായിരുന്നു. EMS പാർക്ക് യാഥാർത്ഥ്യമായതിൽ വലിയ സന്തോഷത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പട്ടാമ്പി. ഒന്നിച്ചോണം ആഘോഷിച്ച് മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷൻ. എല്ലാ വകുപ്പിലെയും ജീവനക്കാർ ചേർന്ന് സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ ഒന്നിച്ചാഘോഷിച്ചു. ഒന്നിച്ചോണം 2025 എന്ന ഓണാഘോഷ പരിപാടിക്ക് മെഗാ അത്തപ്പൂക്കളം ഒരുക്കിയാണ് തുടക്കമായത്. 10 അടി വലുപ്പത്തിലുള്ള പൂക്കളം നിർമ്മിച്ചത് ഏകദേശം 100 കിലോയോളം പൂക്കൾ ഉപയോഗിച്ചാണ്. വിവിധ വകുപ്പുകളിലെ 50ഓളം ജീവനക്കാർ അടങ്ങുന്ന സംഘമാണ് 3 മണിക്കൂർ കൊണ്ട് പൂക്കളം തീർത്തത്. വാദ്യമേളത്തോടൊപ്പം മാവേലിയും പുലികളി സംഘവും ജീവനക്കാരൊരുക്കിയ ഓണഘോഷയാത്രയും നടന്നു. എല്ലാവർക്കും വേണ്ടി ഓണസദ്യയും ഉദ്യോഗസ്ഥ കൂട്ടായ്മ കരുതിയിരുന്നു. എല്ലാവർക്കും ഓണം എന്ന സങ്കല്പമാണ് ആഘോഷങ്ങളിലൂടെ പ്രാവർത്തികമാക്കിയതെന്ന് സംഘാടകർ അറിയിച്ചു. 18 വകുപ്പുകളിൽ നിന്നായി 220ഓളം ഉദ്യോഗസ്ഥർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പിടിച്ചെടുപ്പിക്കുവാൻ നവാസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏതാണ്ട്
കാലം ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഒരു വൈദികൻ. പഴയിടത്തിന്റെ പായസക്കൂട്ടം എന്ന പേരിൽ നടത്തിയ പദ്ധതിയിലൂടെ ഡയാലിസിസിനുള്ള പണം കണ്ടെത്തുകയാണ് പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രിയുടെ ഡയറക്ടർ ഫാദർ സിജു ജോസഫ്. പദ്ധതി ഹൈബിയുടെ എംപി ഉദ്ഘാടനം ചെയ്തു. ഫാദർ സിജു ജോസഫ് ഡയാലിസിസ് രോഗികൾക്ക് താങ്ങായി തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. കഴിഞ്ഞ 8 വർഷമായി 10,000-ലധികം രോഗികൾക്കാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡയാലിസിസ് സൗജന്യമായി നടത്തിയത്. ഓണക്കാലവും അദ്ദേഹം അതിനുള്ള ധനസമാഹരണത്തിനായി മാറ്റിവെച്ചു. പഴയിടത്തിന്റെ പായസക്കുടം എന്ന പേരിൽ പായസമേളയാണ് ഫാദറിന്റെ നേതൃത്വത്തിൽ ഇത്തവണ സംഘടിപ്പിച്ചത്. ഒരു ചെറിയ മൺകുടത്തിൽ പായസം നിറച്ച് വിതരണം ചെയ്ത് അതിലൂടെ ഡയാലിസിസ് പദ്ധതിയിലേക്ക് പണം കണ്ടെത്തുകയാണ് അദ്ദേഹം. സെന്റ് ത്രാസസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ചടങ്ങ് ഹൈബിയുടെ എംപി ഉദ്ഘാടനം ചെയ്തു. ഒരല്പം മധുരം ഈ ഓണക്കാലം നമ്മുടെ ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകാനാണ് ഒരു ഉത്തരവാദിത്വം സിജു അച്ഛൻ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഉത്തരവാദിത്വത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളായി ഇതൊരു വലിയ ഉദ്യമമായി വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്തും ക്രിസ്മസ് കാലത്തുമൊക്കെയായി നിരവധി പദ്ധതികൾ ഫാദർ സിജു ജോസഫ് നടപ്പിലാക്കിയിരുന്നു. ക്രിസ്മസ് കാലത്ത് ഒരു KSRTC ബസ് വാടകയ്ക്കെടുത്ത് കേക്ക് വിൽപ്പന നടത്തി സമാഹരിച്ചത് 10 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ഓണക്കാലത്താണ് വീടുകളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നൽകി ചില്ലറകൾ ശേഖരിച്ച് 26.5 ലക്ഷം രൂപ സ്വരൂപിച്ചത്. ചില്ലറക്കാരൻ എന്നാണ് ആ പദ്ധതിയെ ഫാദർ നാമകരണം ചെയ്തത്. അത് ചില്ലറ തുട്ടുകൾ ശേഖരിച്ചുകൊണ്ട് ഡയാലിസിസ് രോഗികളെ സഹായിക്കുവാനായിരുന്നു. അതും വലിയൊരു സഹായമാണ് ഡയാലിസിസ് രോഗികൾക്ക് നൽകിയത്. ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടുകൂടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ വരുമാനത്തിൻ്റെ 1% ഡയാലിസിസ് രോഗികൾക്കായിട്ട് മാറ്റിവെക്കുന്നു. ഒപ്പം ഇതുപോലെയുള്ള സംരംഭത്തോട് സഹകരിക്കുന്ന അഭ്യുദയകാംക്ഷികളുടെ സഹകരണത്തോടുകൂടെ 25 ലക്ഷം രൂപ ഈ ഓണത്തോടനുബന്ധിച്ച് ഡയാലിസിസ് രോഗികൾക്കായിട്ട് സൗജന്യ ഡയാലിസിസ് അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ ഡയാലിസിസ് ചെയ്യുവാനായിട്ടുള്ളൊരു സംരംഭം ഒരുക്കുകയാണ്. TJ വിനോദ് MLA ഉൾപ്പെടെ നിരവധി പേരാണ് പദ്ധതിക്ക് പിന്തുണയുമായി എത്തിയത്. ആശുപത്രി ജീവനക്കാർ സംഘടിപ്പിച്ച തിരുവാതിരയിൽ ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറി. ന്യൂസ് 18 കൊച്ചി. കന്യാകുമാരി ജില്ലയിൽ ഓണാഘോഷത്തിൽ വ്യത്യസ്തമായൊരു കാഴ്ച കാണാം. തലക്കലിൽ മാവേലിയുടെ വേഷമണിഞ്ഞ് ട്രാഫിക് ബോധവൽക്കരണമാണ് നടത്തിയത്. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ബോധവൽക്കരണവും ഹെൽമറ്റും നൽകിയാണ് മാവേലി തക്കലയിലെത്തിയത്. ഹെൽമറ്റ് ധരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി പോലീസും യുവജന സംഘടനയും ചേർന്ന് നടത്തിയ ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. ഹെൽമറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്ന ബൈക്ക് യാത്രികർക്കുൾപ്പെടെ മധുരപലഹാരങ്ങൾ വിതരണവും ചെയ്തു. മഴ മാറാത്തതോടെ ഓണത്തിന് ഇടുക്കിയെ കൈയൊഴിഞ്ഞ് സഞ്ചാരികൾ. മൂന്നാറടക്കം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തിയത് നാമമാത്രമായ സഞ്ചാരികളാണ്. മുൻ വർഷങ്ങളിൽ ഓണക്കാലത്ത് സഞ്ചാരികളാൽ നിറഞ്ഞിരുന്ന മൂന്നാറിന്റെ നിരത്തുകൾ ഇത്തവണ ശൂന്യമായിരുന്നു. തുടർച്ചയായി പെയ്ത കനത്ത മഴ ടൂറിസം മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഓണം അവധി മൂന്നാറിൽ ആഘോഷിക്കാൻ നിരവധി പേർ മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ തുടർച്ചയായി മഴ പെയ്തതോടെ സഞ്ചാരികളിൽ പലരും ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു. இந்த மாதிரி ஓணம் பண்டிகை வந்து கேரளாவில் பெருசாக கொண்டாடுறது, இந்த மாதிரி கெஸ்ட் எதுவும் உங்களுக்கு வராது பெரிய இழப்பாக இருக்குது. எதனாலும் பார்த்தீங்கன்னா ஒன்றாவது இந்த காலாவஸ்தை, ரோடு சரியில்லை, பார்க்கிங் ப்ராப்ளம். ஸோ ஹோட்டலில் நிறையா புக்கிங் இருந்துச்சு, எல்லாம் இதனாலேயே கேன்சல் ஆயிடுச்சு. സഞ്ചാരികൾക്കായി മിക്ക റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ഓണസദ്യയും തയ്യാറായിരുന്നു. വിവിധ ഓണാഘോഷ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങളും പാഴായി. എല്ലാ ഹോട്ടലുകളിലും സദ്യ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഓണത്തിന് വരവേൽക്കാൻ പൂക്കളും മറ്റു കളികളും അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് എല്ലാ ഹോട്ടലുകളും ഒരുങ്ങിയതാണ്. പക്ഷെ നമുക്ക് ഈ ഒരു 3-4 ആഴ്ചകൾ മുമ്പോട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലായത് കുറവാണെന്ന് തന്നെയാണ്. ബുക്കിംഗ് കുറവായിട്ടായിരുന്നു ഇപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു 3-4 ദിവസം മുമ്പെങ്കിലും ഇത് പെട്ടെന്നെങ്കിലും കയറി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് വിചാരിച്ചാണ് ഇരുന്നതെങ്കിൽ പോലും നമ്മൾ വിചാരിച്ചത്ര ഒരു ബുക്കിംഗ് വന്നിട്ടില്ല. കഴിഞ്ഞ മധ്യവേനൽ അവധിക്കാലത്തെ അവസാന ആഴ്ചകളിലും മഴ ശക്തമായി പെയ്തത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഓണം അവധിക്കാലം പ്രതീക്ഷിച്ചിരുന്ന ടൂറിസം മേഖലയ്ക്ക് വീണ്ടും വില്ലനായിരിക്കുകയാണ് മഴ. വരും ദിവസങ്ങളിലെങ്കിലും സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർ. ന്യൂസ് 18 ഇടുക്കി.
തിരുവോണനാളിൽ ഭക്ഷ്യമന്ത്രിയുടെ മണ്ഡലമായ നെടുമങ്ങാട് റോഡരികിൽ വാഴയിലയിട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലാണ് ഭക്ഷ്യമന്ത്രിക്കെതിരെ സദ്യയില്ലാതെ വാഴയിലയിട്ട് പട്ടിണി സമരം നടത്തിയത്. വില വർധന കാരണം സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കാനാകാത്ത അവസ്ഥയാണെന്ന് സമരക്കാർ ആരോപിക്കുന്നു. നെടുമങ്ങാട് കച്ചേരി ജംഗ്ഷനിൽ നടന്ന പരിപാടി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് G. സുബോധൻ ഉദ്ഘാടനം ചെയ്തു. ഇനി രാവിലെയിലെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. കട്ടപ്പന സ്വദേശിയായ നീനുവിന്റെ 20ാം പിറന്നാളാണിന്ന്. നീനുവിന് ആശംസകൾ അറിയിക്കുന്നത് അച്ഛനും അമ്മയും പിന്നെ കുടുംബക്കാരും സുഹൃത്തുക്കളുമൊക്കെയാണ്. നീനുവിന് ന്യൂസ് 18ന്റെയും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ബാലരാമപുരം കല്ലുംമൂടിലെ പ്രശാന്ത് സന്ധ്യ ദമ്പതികളുടെ 21ാം വിവാഹ വാർഷികമാണിന്ന്. പ്രശാന്തിനും സന്ധ്യയ്ക്കും ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിൽ വിവാഹ വാർഷികാശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ ന്യൂസ് 18 കുടുംബത്തിലെ ഒരു അംഗമായ സുജചേച്ചിയുടെയും പ്രദീപേട്ടന്റെയും 25ാം വിവാഹ വാർഷികമായിരുന്നു ഇന്നലെ. ആശംസകളുമായി മക്കളായ പ്രജിതയും പ്രജീഷയുമാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പ്രദീപേട്ടനും സുജചേച്ചിക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുകയാണ്. മാനൂരിലെ ജോർജിന്റെയും സോജി ജോർജിന്റെയും മകൻ ജോഷ് ജോർജിന്റെ പിറന്നാളാണിന്ന്. ആശംസകളുമായി അച്ഛനും അമ്മയുമാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ബന്ധുക്കളും ജോഷിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ജോഷിന് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഇന്നത്തെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.